വെൽക്കം ബാക്ക് ടു NOSH Edu. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ 2 നേരം കുളിക്കും അല്ലേ? മടിയുള്ളവരും ഉണ്ട്, എന്നാലും മോസ്റ്റ് പ്രോബബ്ലി 2 നേരമൊക്കെ കുളിക്കുന്നവരാണ്. നമ്മളെല്ലാവരും സോപ്പാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾ സോപ്പ് വാങ്ങിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കാറ്? അതിൻ്റെ വില നോക്കിയിട്ടാണോ, അതോ വല്ല അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുമ്പോഴേക്കും ഓക്കെ ഈ സോപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ സോപ്പ് വാങ്ങിക്കാറ്, അതോ അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കിയിട്ടാണോ സോപ്പ് വാങ്ങിക്കാറ്? അപ്പോൾ ഈ സോപ്പിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് നോക്കുക? ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് TFM എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. നമ്മുടെ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഈ TFM ബേസ് ചെയ്തിട്ട് നമ്മുടെ ടോയ്ലറ്റ് സോപ്പിനെ ആയാലും ലോണ്ട്രി സോപ്പിനെ ആയാലും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് TFM? ടോട്ടൽ ഫാറ്റി മാറ്റർ. ഒരു സോപ്പിൻ്റെ ക്വാളിറ്റിയെ പറയുന്ന ഒരു ഫാക്ടറാണ് TFM എന്ന് പറയുന്നത്. എത്രത്തോളം മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് അല്ലെങ്കിൽ എത്രത്തോളം മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ആ സോപ്പിനുണ്ട്, നമ്മുടെ സ്കിന്നിനൊക്കെ എത്രത്തോളം ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു TFM പറയുന്നത്. അപ്പോൾ ഈ TFM ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് നോക്കാം. BIS കാറ്റഗറൈസ് ടോയ്ലറ്റ് സോപ്പിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3. ഇതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് മിനിമം 76% TFM ആൻഡ് എബോവ്, അതായത് മിനിമം 76% വേണം TFM, അതിൽ കൂടുതലായാലും ഗ്രേഡ് 1 സോപ്പാണ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 70%. അപ്പോൾ എന്തായിരിക്കും, ഒരു 70% തൊട്ടിട്ട് ഒരു 75% വരെ, കാരണം 76 ആയി കഴിഞ്ഞാൽ ഗ്രേഡ് 1 ആയി. അപ്പോൾ ഒരു 70 തൊട്ട് 75 വരെ എന്തായിരിക്കും ഗ്രേഡ് 2 സോപ്പ്. ആൻഡ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഏതായിരിക്കും, മിനിമം 60% TFM. അപ്പോൾ മിനിമം 60% ആകുമ്പോൾ ഒരു 60 തൊട്ടിട്ട് നമ്മുടെ ഒരു 69% വരെ. അപ്പോൾ ഗ്രേഡ് 3 സോപ്പ്. ഈ ഗ്രേഡ് 1 സോപ്പിനെ ഗ്രേഡ് A എന്ന് പറയാറുണ്ട്, ഗ്രേഡ് 2നെ ഗ്രേഡ് B എന്നും, ഗ്രേഡ് 3നെ ഗ്രേഡ് C സോപ്പ് എന്നും പറയാറുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റ് സോപ്പിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത്. ഇനി ലോണ്ട്രി സോപ്പിൻ്റെ കാറ്റഗറൈസേഷൻ നോക്കാം. ലോണ്ട്രി സോപ്പ് ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2. അതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് മിനിമം 62% TFM, 62% കേട്ടോ, 62% TFM. ഗ്രേഡ് 2 എന്ന് പറയുന്നത് മിനിമം 50% TFM ആണ് വരുന്നത്. ഈ ലോണ്ട്രി സോപ്പിൻ്റെയും ടോയ്ലറ്റ് സോപ്പിൻ്റെയും ഒരു ഡിഫറൻസ് പറഞ്ഞാൽ തന്നെ ഇത് ടോയ്ലറ്റ് സോപ്പിന് ലോണ്ട്രി സോപ്പിലേറെ കൂടുതൽ TFM ആയിരിക്കും. നമ്മുടെ ലോണ്ട്രി സോപ്പ് ലോ TFM കണ്ടൻ്റ് ഉള്ള സോപ്പാണെന്നാണ് പറയാറ്. അതുപോലെ തന്നെ ലോണ്ട്രി സോപ്പ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ടാർ പെട്രോളിയം പോലുള്ളതിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ടോയ്ലറ്റ് സോപ്പ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിൽസ് പോലുള്ള കണ്ടൻസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ ഈ ഒരു TFM നോക്കുക? നമ്മൾ TFM എന്താണ് കാറ്റഗറൈസേഷൻ എന്നൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ സോപ്പ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഈ TFM എങ്ങനെയാണ് നോക്കുക? ഈ ഒരു TFM എന്ന് പറഞ്ഞ ഫാക്ടർ എല്ലാ സോപ്പിലും കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഒന്നെങ്കിൽ അത് ഇൻഗ്രീഡിയൻസ്, ബാക്ക് സൈഡിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഉണ്ടല്ലോ സോപ്പിൻ്റെ, അതിലുണ്ടാകും. അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ TFM എത്രയാണെന്ന്, എത്ര % ആണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു TFM ഫാക്ടർ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു സോപ്പിൽ അത് എടുത്ത് നോക്കാം, എങ്ങനെയാണ് ആ ഒരു TFM നോക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇത് നിർമ്മ എന്ന് പറഞ്ഞൊരു സോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു TFM എങ്ങനെയാണ് കാണുക നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് സൈഡിൽ ഒന്നെങ്കിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൻ്റെ തൊട്ട് മേലെ ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗ്രേഡ് 1 TFM 76% എന്ന്. ഇതാ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രേഡ് 1 TFM 76% എന്ന്. ഞാൻ പറഞ്ഞല്ലോ മിനിമം 76% TFM വന്നു കഴിഞ്ഞാൽ അത് ഗ്രേഡ് 1 സോപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹൈ TFM കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഒക്കെയാണ്. പക്ഷേ ഓരോ സ്കിന്നിനും ബേസ് ചെയ്തിട്ട് ഓരോ TFM വാല്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏത് TFM ആണോ ബെറ്റർ, അത് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിക്കുക. നമ്മുടെ TFM നമ്മുടെ സ്കിന്നിന് ബേസ് ചെയ്തിട്ട് ഏതൊരു TFM വാല്യൂ ആണ് ഗുഡ് എന്ന് ചോദിച്ചിട്ട് ആ ഒരു വാല്യൂ ഉള്ളത് കാണാം. കാരണം TFM ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ചില സ്കിന്നിലൊക്കെ അത് സ്കിന്ന് ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അതിൻ്റെ
അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു pH വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് വേണം നമ്മളെ ഈ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ. അല്ലാതെ ഹൈ TFM ഉള്ള സോപ്പേ വാങ്ങിക്കൂ എന്ന് പറയരുത്. നമ്മുടെ സ്കിന്ന് കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു TFM ബേസ് ചെയ്തിട്ട് നമ്മൾ സോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ മാനുഫാക്ചേഴ്സിനും ഹൈ TFM ഉള്ള സോപ്പ് ഉണ്ടാക്കിയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇവിടെയാണ് വരുന്നത്. അതായത് എല്ലാവരും ഭയങ്കര റേറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കോസ്റ്റ്ലി സോപ്പൊന്നും അല്ല വാങ്ങുക അല്ലേ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റണം സോപ്പ്. അപ്പോൾ അതിൽ കുറച്ച് ഫിൽറ്റേഴ്സ് കൂടെ ആഡ് ചെയ്ത് വരും. അതായത് സോപ്പ് കണ്ടൻറ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. നമ്മുടെ ഈ ഒരു ഫിൽറ്റേഴ്സ് ഈ മാനുഫാക്ചേഴ്സ് ആഡ് ചെയ്ത് വരും. അപ്പോഴാണ് ഈ ഒരു TFMൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നത്. ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ സോപ്പ് വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിനെ ബേസ് ചെയ്തിട്ട് എത്ര ഒരു TFM ആണോ ഗുഡ് അത് ബേസ് ചെയ്തിട്ടാണ് വാങ്ങാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം അപ്പം നിങ്ങളിനി സോപ്പ് വാങ്ങിക്കുമ്പോൾ TFM നോക്കിയിട്ട് തന്നെ വാങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.